ശ്രീ ഷിജു ഖാൻ, ഇന്ന് ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ ഗവർണറിന് കൊടുത്തിരിക്കുന്നൊരു പരാതിയിൽ പറയുന്നത് 1977 കേരള സർവകലാശാലയുടെ ചട്ടങ്ങളിലെ 5, 3, 6, 7 അധ്യായങ്ങൾ പ്രകാരം പ്രമേയങ്ങൾ സംബന്ധിച്ച് പാലിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പറയുന്നത് പ്രമേയം സംബന്ധിച്ച അന്തിമ അധികാരം വൈസ് ചാൻസലർക്കാണ് എന്നിരിക്കെ ആ അധികാരത്തെ കവർന്നെടുത്ത് ചാൻസലർക്ക് പോലും നൽകാത്ത അധികാരം മന്ത്രി പ്രയോഗിക്കാൻ ശ്രമിച്ചത് രാജ്യത്തെ നിയമത്തോടുള്ള തികച്ച അനാദരവും അനുസരണക്കേടുമാണ്. അതുകൊണ്ടാണ് ഗവർണർ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ പ്രോ വൈസ് ചാൻസലർ നടപടി നിയമവിരുദ്ധം എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്താണ് മറുപടി? കേരള സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വൈസ് ചാൻസലർ നിയമനത്തിന് UGC റെഗുലേഷൻ 2018 ആയിരിക്കണം ബാധകമാക്കേണ്ടതെന്ന് നിരവധി സുപ്രീം കോടതി വിധികൾ നമ്മുടെ മുന്നിലുണ്ട്. അതോടൊപ്പം UGC 2018 റെഗുലേഷനിൽ വൈസ് ചാൻസലർ നിയമനത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന നടപടികൾ പ്രകാരമായിരിക്കണം ഇപ്രകാരമുള്ള വൈസ് ചാൻസലർ നിയമനം, അതിൻ്റെ നടപടിക്രമങ്ങൾ എന്നും സുപ്രീം കോടതി വളരെ വ്യക്തമായി പറയുകയുണ്ടായി. എന്നാൽ ഇവിടെ ബഹുമാന്യനായ ചാൻസലർ ചെയ്തത് UGC റെഗുലേഷന് വിരുദ്ധമായി, സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമായി ഒരു സെനറ്റിൻ്റെ പ്രതിനിധി ഈ വൈസ് ചാൻസലർ നിയമനത്തിൻ്റെ സെലക്ഷൻ കം സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് കത്തയക്കുകയാണ്. അപ്പോൾ സെലക്ഷൻ കം സെർച്ച് കമ്മിറ്റിയിലേക്ക് ഒരു പ്രതിനിധിയെ UGC റെഗുലേഷൻ നിഷ്കർഷിക്കുന്നില്ല. സുപ്രീം കോടതി വിധി അങ്ങനെ ഒരു പ്രതിനിധിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുമില്ല. UGC റെഗുലേഷൻ 2018 പ്രകാരം മാത്രമേ വൈസ് ചാൻസലർ നിയമനങ്ങൾ നടപ്പിലാക്കാവൂ എന്ന സുപ്രീം കോടതി വിധി ഉള്ളപ്പോൾ ഏത് വ്യവസ്ഥ പ്രകാരമാണ് ഒരു സെനറ്റിൻ്റെ പ്രതിനിധിയെ ചാൻസലർ ആവശ്യപ്പെട്ടത് എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. രണ്ടാമത്തെ വിഷയം, ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് അതിനകത്തൊരു ഷിജു ഖാൻ, നിലവിലിരിക്കുന്ന കേരള സർവകലാശാല നിയമം അനുസരിച്ച് വൈസ് ചാൻസലർ നിയമനത്തിന് ഒരു സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി വേണം. ആ നിയമ ഭേദഗതി പ്രസിഡന്റിൻ്റെ പക്കലാണ് ഇപ്പോഴുള്ളത്. പ്രസിഡന്റിൻ്റെ ഒപ്പിടാത്തിടത്തോളം കാലം, അത് തിരിച്ചയക്കാത്തിടത്തോളം കാലം അത് നിയമമായി നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല. അപ്പോൾ നാട്ടിൽ നിലവിലിരിക്കുന്ന ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാൻസലർ കൂടിയായ ഗവർണർ സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയെ വേണമെന്ന് ആവശ്യപ്പെട്ടത്. 2018 UGC റെഗുലേഷൻ ആ നിയമ ഭേദഗതിക്ക് ശേഷം മാത്രമല്ലേ പ്രാബല്യത്തിൽ വരൂ? അരുണ്, ഈ പല ആളുകളും നമ്മുടെ മീഡിയ ഫ്രട്ടേണിറ്റിയിൽ നിന്നൊക്കെ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെ ആക്ടിന് മുകളിലാണ് UGC റെഗുലേഷൻ എന്ന് സുപ്രീം കോടതിയുടെ നിരവധി വിധികളിൽ പറയുകയുണ്ടായി. ഇപ്പോൾ ജസ്റ്റിസ് MR ഷായും CT രവികുമാറും പുറപ്പെടുവിച്ച ഈ രാജശ്രീ വൈസ് ചാൻസലറായിരുന്ന കേസിലെ വിധി അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 2014 പാസാക്കിയ ആക്ടിനെ സംബന്ധിച്ചാണ്. ആ ആക്ടിൽ VC നിയമനവുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം AICTEയുടെ പ്രതിനിധിയും അതോടൊപ്പം യൂണിവേഴ്സിറ്റിയുടെ ഗവേണിംഗ് ബോഡിയുടെ പ്രതിനിധിയുമാണ് യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം ഉണ്ടായിരുന്നത്. എന്നാൽ അത് പാടില്ല. കാരണം 2018 റെഗുലേഷൻ പ്രകാരം മാത്രമേ സെർച്ച് കമ്മിറ്റിയിലേക്ക് തീരുമാനമെടുക്കാവൂ, VC നിയമനം പാടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിച്ചു. ബഹുമാന്യായ രാജശ്രീ മാഡം, ഈ VC 2018 UGC റെഗുലേഷൻ പ്രകാരം സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് എന്നുകൂടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. തീർച്ചയായിട്ടും 2018 UGC റെഗുലേഷൻ കൃത്യമായും പറയുന്നത്
ഈ സെർച്ച് പിന്നെ സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി ഉണ്ടായിരിക്കണം. സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി ഉണ്ടായിരിക്കണം. ആ സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയിൽ UGCയുടെ ഒരു പ്രതിനിധി ഉണ്ടായിരിക്കണം. ആ സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി 3 മുതൽ 5 വരെയുള്ള ഒരു പാനലിന് രൂപം കൊടുക്കണം. ആ പാനലിൽ നിന്ന് ചാൻസലർക്കോ അല്ലെങ്കിൽ വിസിറ്റർ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ വിസിറ്ററാണ്, അവർക്ക് ആ പാനലിൽ നിന്ന് ഒരാളെ VC ആയി നിയമിക്കാനുള്ള അധികാരമുണ്ടായിരിക്കും എന്ന് 2018 റെഗുലേഷനിലെ 7.3 വ്യക്തമാക്കുകയാണ്. എന്നാൽ ആ UGC റെഗുലേഷനിൽ ആരാണ് ഈ സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്നില്ല. നമ്മുടെ ബഹുമാന്യനായ ചാൻസലർ താനാണ് സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുന്നത് എന്ന് തീരുമാനമെടുത്താൽ അതിനെ UGC റെഗുലേഷൻ അങ്ങനെ അദ്ദേഹത്തിന് അധികാരം കൊടുക്കുന്നില്ല. അതോടൊപ്പം എത്ര പേരടങ്ങുന്നതാണ് സെലക്ഷൻ കം സെർച്ച് കമ്മിറ്റി എന്ന് നിഷ്കർഷിക്കുന്നില്ല. ഇങ്ങനെ റെഗുലേഷൻ വന്നയുടൻ, അത് കോടതി വിധി വന്നയുടൻ താനാണ് ഇതെല്ലാം തീരുമാനിക്കുന്നതെന്ന് ചാൻസലർ പറഞ്ഞാൽ അത് ഏത് നിയമപ്രകാരം നിലനിൽക്കും? ശരി. 2, ഗവർണറുടെ വിവേചനാധികാരം ചാൻസലർക്ക് ഇല്ല. 3 മുതൽ 5 വരെയുള്ള സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങളെ ചാൻസലർക്ക് തീരുമാനിക്കാമെന്നാണോ 2018 UGC റെഗുലേഷൻ പറയുന്നത്? അല്ല, സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാം എന്ന് പറയുന്നു. അതിൽ UGCയുടെ ഒരു പ്രതിനിധി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഈ റെഗുലേഷന് ശേഷം ചില നിയമപ്രശ്നങ്ങൾ രാജ്യത്താകമാനം ഉണ്ടായല്ലോ. അതായത് കേരളത്തിലെ നിരവധി യൂണിവേഴ്സിറ്റികളിലെ VC-മാരോട് രാജിവെക്കണം എന്ന് ബഹുമാന്യനായ ചാൻസലർ നിർദ്ദേശം അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാവും. അതായത് UGC റെഗുലേഷനിൽ അതിലേക്കാണ് വരുന്നത്. കമ്മിറ്റി രൂപീകരിക്കാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ റെഗുലേഷന്റെ തർക്കവിതർക്കങ്ങൾ വന്നതിന് ശേഷം കേരള നിയമസഭ ഈ റെഗുലേഷന് അനുസൃതമായി ഒരു നിയമസഭ പാസാക്കി. ആ നിയമസഭ പാസാക്കിയ നിയമപ്രകാരം ഒരു 5 അംഗ സെലക്ഷൻ കം സെർച്ച് കമ്മിറ്റി ഉണ്ടായിരിക്കും. അതാണ് പ്രസിഡന്റിന്റെ കയ്യിലേക്ക് ഗവർണർ പ്രതിനിധിയും നിയമസഭ പാസാക്കിയ അപ്പോൾ നിലവിൽ വരാത്ത സാഹചര്യത്തിൽ പിന്നെ നമ്മുടെ മുന്നിലുള്ളത് 2018 UGC റെഗുലേഷൻ മാത്രമാണ്. അതുപ്രകാരമാണെങ്കിൽ ഗവർണർക്ക് ഒരു സെലക്ഷൻ കം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാം. അങ്ങനെ ഗവർണർ നിലവിലുള്ള സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാറ്റ്യൂട്ട് അടിസ്ഥാനത്തിൽ, സർവകലാശാല സ്റ്റാറ്റ്യൂട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു സെർച്ച് കമ്മിറ്റിയെ സെനറ്റ് എല്ലാ തവണയും ചെയ്യുന്നത് പോലെ യൂണിവേഴ്സിറ്റി പ്രതിനിധിയെ വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതിലെന്താണ് തെറ്റ് എന്നതാണ് സംശയം. അല്ല അരുണെ, ഞാൻ ജസ്റ്റ് അങ്ങ് ശ്രദ്ധിക്കണം. അതായത് റെഗുലേഷൻ, ഞാനത് ഒന്നുകൂടെ പറയാം. റെഗുലേഷൻ 7.3 വൈസ് ചാൻസലറെ സംബന്ധിച്ച് പറയുന്ന ഒരു ഭാഗം, ദയവ് ഇത് ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ വായിക്കാം. ദ സെലക്ഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് വൈസ് ചാൻസലർ ഷുഡ് ബി ത്രൂ പ്രോപ്പർ ഐഡന്റിഫിക്കേഷൻ ബൈ എ പാനൽ ഓഫ് 3 to 5 persons by a search cum selection committee through a public notification or nomination or talent search process or a combination thereof. The members of such search cum selection committee shall be persons of eminence in the sphere of higher education and shall not be connected in any manner with the university concerned or its colleges. While preparing the panel, the search cum selection committee shall give proper weightage to the academic excellence, exposure to the higher education system in the country and abroad, and adequate experience in academic and administrative governance to be given in writing along with the panel to submitted to the visitor chancellor. One member, the search cum selection committee shall be nominated by the chairman UGC for selection of vice chancellor of state, private and deemed to be universities. എന്ന് പറഞ്ഞാൽ വ്യക്തമാണ്, ഈ സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഒരു പാനൽ ഉണ്ടാക്കിയാൽ അടുത്ത ഭാഗം മൂന്നാമത്തെ പോയിന്റിൽ 2 വരി, ദ വിസിറ്റർ ചാൻസലർ ഷോൾ അപ്പോയിന്റ് ദ വൈസ് ചാൻസലർ ഔട്ട് ഓഫ് ദ പാനൽ ഓഫ് നെയിംസ് റെക്കമെൻഡഡ് ബൈ ദ സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി
ഇവിടെ ഉയരുന്ന തർക്കം സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കാനുള്ള അധികാരം ചാൻസലർക്കില്ല. പിന്നെ നിങ്ങൾ പറയുന്നു കേരള സമ്മതിച്ചു, അങ്ങനെ ചാൻസലർക്ക് അവകാശമില്ലെങ്കിൽ നാളിതുവരെ തുടർന്നു പോകുന്ന രീതി എന്താണ് ശ്രീ ഷിജു ഖാൻ? അല്ല, ഇവിടുത്തെ പ്രശ്നം എന്താണ്? നിങ്ങൾ പറയുന്നു നിലവിലുള്ള കേരള യൂണിവേഴ്സിറ്റിയുടെ നിയമം അത് ഭേദഗതി ചെയ്യാനല്ലേ പോയിട്ടുള്ളൂ, അത് ഭേദഗതി ചെയ്തിട്ടില്ലല്ലോ എന്നല്ലേ നമുക്ക് സാധാരണഗതി ഉയരുന്ന ചോദ്യം. അത് സ്റ്റേറ്റ് നിയമമാണ്. ഇവിടെ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ നിയമനത്തിൻ്റെ കാര്യത്തിൽ പ്രൊഫസർ രാജശ്രീയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യത്തിൽ സുപ്രീം കോടതി പറഞ്ഞത് ഇപ്രകാരമുള്ള സെർച്ച് കമ്മിറ്റിയെ അംഗീകരിക്കുന്നില്ല. UGC റെഗുലേഷൻ പ്രകാരമേ സെർച്ച് ഈ നിയമനം നടത്താവൂ. അതിനനുസൃതമായിട്ടാണ് നിയമസഭ നിയമം പാസാക്കിയത്. ആ നിയമം നിലവിൽ ഗവർണർ തന്നെ പിടിച്ചു വെച്ചില്ലേ, അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹം പിടിച്ചു വെച്ചു. അങ്ങനെ വൈകി ഇപ്പൊ രാഷ്ട്രപതിയുടെ മുന്നിലാണ്. അപ്പോ ആ നിയമം വരണം, അല്ലെങ്കിൽ UGC വ്യക്തമാക്കണം. UGC റെഗുലേഷനിൽ ഇപ്രകാരം ആര് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് വ്യക്തമാക്കണം. അത് വ്യക്തമല്ല. അപ്പൊ പിന്നെ സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് സെനറ്റിന്റെ പാനൽ ഒരാളെ കൊടുക്കണമെന്നത് നിയമവിരുദ്ധം അല്ല. ശ്രീ അരുൺ, കേരളത്തിലെ നിരവധി യൂണിവേഴ്സിറ്റികളിൽ VC ഇല്ല. VCമാരെ നിയമിക്കാൻ ഏറ്റവും എളുപ്പ വഴി ചാൻസലറുടെ മുന്നിൽ, ഗവർണറുടെ മുന്നിലേക്ക് നിയമസഭ പാസാക്കിയ നിയമം എത്തുമ്പോൾ ഭരണഘടനാപരമായി അദ്ദേഹം അത് അംഗീകരിക്കണമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചയക്കണമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ആ സമയത്ത് 2018 UGC റെഗുലേഷൻ പ്രകാരം കേരള സർവകലാശാല പാസാക്കിയ ഭേദഗതി എങ്ങനെ നിലനിൽക്കും? ഹലോ, കേൾക്കാമെങ്കിൽ. അതായത് അങ്ങ് കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാം. അതായത് UGC റെഗുലേഷൻ എത്ര അംഗങ്ങളാണെന്ന് പറയുന്നില്ല, അല്ല 3 മുതൽ 5 വരെ 3 to 5 മെമ്പേഴ്സ് അടങ്ങുന്നൊരു, അതെ 3 to 5 3 മുതൽ 5 വരെയുള്ള അംഗങ്ങളുടെ ഒരു പാനൽ ഉണ്ടാക്കണം എന്നാണ് പിന്നെ UGCയുടെ റെഗുലേഷൻ പറയുന്നത്. ഇവിടെ കേരള നമുക്കറിയാലോ, സംസ്ഥാന സർവകലാശാലകളെ സംബന്ധിച്ച് ഒരു നിയമം ഉണ്ടാക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റുകൾക്കുണ്ട്. റെഗുലേഷന് വിരുദ്ധമല്ലാതെ, സെൻട്രൽ നിയമത്തിന് വിരുദ്ധമല്ലാതെ. UGC ഇപ്രകാരം ഒരു കാര്യത്തിൽ സൈലന്റ് ആണെങ്കിൽ അതിലൊന്നുകിൽ UGC വ്യക്തത വരുത്തണം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഒരു നിയമം ഉണ്ടാക്കി ആ നിയമം പ്രാബല്യത്തിൽ വരും, അല്ലെങ്കിൽ സെൻട്രൽ ലെജിസ്ലേഷൻ വരും. നിലവിലിരിക്കുന്ന നിയമപ്രകാരം 3 അംഗങ്ങളെ സെലക്ഷൻ കമ്മിറ്റിയെ തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരാണല്ലോ. അല്ല അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതോ പിന്നെ യൂണിവേഴ്സിറ്റി ആക്ട് ഭേദഗതി ചെയ്തതിനെ കുറിച്ചല്ല. യൂണിവേഴ്സിറ്റി ആക്ടും ഭേദഗതി ചെയ്ത ആക്ടും ഈ സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കുന്നത്, ഈ സെലക്ഷൻ കമ്മിറ്റി. അല്ല, ഞാൻ പറഞ്ഞത് റെഗുലേഷനിൽ എനിക്കും അരുണിനും ഒരു അവ്യക്തതയുണ്ടല്ലോ. ശ്രീ അരുൺ, അങ്ങും തീർച്ചയായിട്ടും ദീർഘകാലമായി കോളേജ് ടീച്ചിങ്ങിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ റെഗുലേഷനിൽ എത്ര എണ്ണമാണെന്ന് പറയുന്നില്ല. റെഗുലേഷൻ പ്രകാരമേ നിയമനം നടത്താവൂ എന്ന് പറയുന്നു. Debate with Arun Kumar.